മസാല ബോണ്ട് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻമന്ത്രി തോമസ് ഐസക്കിനും ഇഡി നോട്ടീസ്. ഫെമ ചട്ടം ലംഘിച്ചുവെന്നും വിദേശ വാണിജ്യ വായ്പ ദുരുപയോഗം ചെയ്തുവെന്നും ഇഡി കണ്ടെത്തൽ. വിവരങ്ങൾ ജിജീഷ് കരുണാകരൻ നൽകും. ജിജീഷ്, വളരെ നിർണായകമായ അപ്ഡേറ്റ് ആണ് നമുക്ക് ലഭിക്കുന്നത്. മസാല ബോണ്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇഡി നോട്ടീസ് ലഭിച്ചിരിക്കുന്നു. ഇത് എപ്പോഴാണ് ഈ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ നോട്ടീസിൽ പറയുന്നു? രാഖി, ഏറ്റവും വലിയ ഒരു കുരുക്കിലേക്ക് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും പോകുന്നു. ചെയ്തു കൂട്ടിയ പല കാരണങ്ങൾ അതിനുണ്ട്. അതിലേറ്റവും ഒടുവിലെത്തിയതായി മസാല ബോണ്ട് കേസിലും മുഖ്യമന്ത്രിക്ക് നോട്ടീസ് ലഭിച്ചിരിക്കുന്നു. അത് ശനിയാഴ്ചയാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക്, ഈ കിഫ്ബിയുടെ ചെയർമാനാണ് മുഖ്യമന്ത്രി, ഒപ്പം തന്നെ കിഫ്ബിയിലെ ഉദ്യോഗസ്ഥർ, ധനമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക് അടക്കമുള്ള ആളുകൾക്കാണ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി, ഡൽഹി കേന്ദ്രമായുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി നോട്ടീസ് അയച്ചിരിക്കുന്നത്. നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് കിഫ്ബി മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട് വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ വിശദമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികളിലേക്കാണ് ഇപ്പോൾ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി കടന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതിന് കൃത്യമായി തന്നെയുള്ള മറുപടി മുഖ്യമന്ത്രി നൽകേണ്ടി വരും. ഏത് സാഹചര്യത്തിലാണ് ഈ മസാല ബോണ്ട് കരാറിൽ ഒപ്പുവെച്ചത്, എന്തുകൊണ്ട് അതിൽ റിസർവ് ബാങ്കിന്റെ ചട്ടങ്ങൾ ലംഘിച്ചു, അത് പാലിക്കാൻ തയ്യാറായില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ, ഈ തീരുമാനമെടുത്തത് ആരെല്ലാമാണ്, അതൊരു കൂട്ടായ തീരുമാനമാണോ, ഒരു പൊതുവായ സർക്കാർ തലത്തിലെടുത്ത തീരുമാനമാണോ, അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം എടുത്ത തീരുമാനമാണോ എന്നെല്ലാം തന്നെ മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുന്നിൽ വിശദീകരിക്കേണ്ടി വരും. മുഖ്യമന്ത്രി നേരിട്ടോ അഭിഭാഷകൻ മുഖേനയോ മറുപടി നൽകുക മാത്രമാണ് ഇനിയുള്ള പ്രധാനപ്പെട്ട നടപടി എന്ന് പറയുന്നത്. എല്ലാ ഉദ്യോഗസ്ഥർക്കും ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. 2150 കോടി രൂപയാണ് മസാല ബോണ്ട് വഴി ശേഖരിച്ചത്, സമാഹരിച്ചത്. എന്നാൽ അതിൽ കൃത്യമായി തന്നെ ഫെമ ചട്ട ലംഘനങ്ങൾ ഉള്ളതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നു. ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ വന്നപ്പോഴാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത്. ഏറ്റവും ആദ്യം CAG ആണ് ഇത്തരമൊരു ക്രമക്കേട് കണ്ടെത്തിയത്. നിയമാനുസൃതമല്ല കാര്യങ്ങൾ പോയിട്ടുള്ളത്, ഫെമ ചട്ടങ്ങൾ പാലിച്ചല്ല കാര്യങ്ങൾ പോയിട്ടുള്ളത്. കൃത്യമായി തന്നെ ഈ മസാല ബോണ്ട് സമാഹരണത്തിൽ ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട്, നടപടി ചട്ടങ്ങളുടെ ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്ന് ആദ്യം CAG കണ്ടെത്തുന്നു. തുടർന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിലേക്ക് എത്തുകയും വളരെ നീണ്ട വിശദമായ ഒരു അന്വേഷണത്തിന് ശേഷം റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ED നിരവധി തവണ മുൻ മന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന് നോട്ടീസ് നൽകിയിരുന്നു. പലതവണ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട ഏതാണ്ട് 8 തവണയാണ് ഡോക്ടർ തോമസ് ഐസക്കിന് നോട്ടീസ് ലഭിച്ചത്. എന്നാൽ ഒരിക്കൽ പോലും തോമസ് ഐസക്ക് ഹാജരായിരുന്നില്ല. അപ്പോഴെല്ലാം കോടതിയെ സമീപിച്ചും പലവിധ കാരണങ്ങൾ പറഞ്ഞും ഏറ്റവും ഒടുവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാരണം പറഞ്ഞടക്കം ഡോക്ടർ തോമസ് ഐസക്ക് ഇത്തരത്തിൽ ഹാജരാകുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു ചെയ്തിരുന്നത്. തുടർന്നാണ് മറ്റ് ആളുകളിലെ ചോദ്യം ചെയ്തുകൊണ്ടും വിശദാംശങ്ങൾ ശേഖരിച്ചുകൊണ്ടും അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അന്വേഷണം പൂർത്തിയാക്കിക്കൊണ്ട് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അവിടെയാണ് ചെയർമാൻ എന്ന നിലയിൽ, കിഫ്ബിയുടെ ചെയർമാൻ എന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് തന്നെ കൂടുതൽ കുരുക്ക് വീഴുന്നത്. കാരണം മുഖ്യമന്ത്രി ഇതിൽ കാരണങ്ങൾ വിശദീകരിക്കേണ്ടി വരും. എങ്ങനെയാണ് വിവാദ കമ്പനി ഇതിലെല്ലാം തന്നെ ഇടനിലക്കാരായി നിന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയണം. അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ റിസർവ് ബാങ്ക് ചട്ടങ്ങളുടെ ലംഘനം ഉണ്ടായിട്ടുണ്ട്. 2019 ഏപ്രിലാണ് കിഫ്ബി ലണ്ടൻ മസാല ബോണ്ട് പുറത്തിറക്കുന്നത്. ലിസ്റ്റ് ചെയ്തത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ്. ആകെ ശേഖരിച്ചത് 2150 കോടി രൂപയാണ്. പ്രൈസ് വാട്ടർ കൂപ്പർ എന്ന കമ്പനിയാണ് ഇതിനെല്ലാം തന്നെ ഇടനില നിന്നത്. ഈ പ്രൈസ് വാട്ടർ കൂപ്പർ കമ്പനിക്ക് ഇത്തരത്തിലുള്ള ഒരു ഇടനില നിൽക്കാൻ അല്ലെങ്കിൽ അതിന്റെ ഏജന്റായി മാറാൻ എങ്ങനെ കഴിഞ്ഞു എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് സർക്കാർ തലത്തിൽ മറുപടി നൽകേണ്ടി വരും. ഇതുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ നൽകേണ്ടി വരും. സാധാരണ നിലയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കടപ്പത്രത്തിന്റെ വിദേശ വാണിജ്യ വായ്പകൾ ദുരുപയോഗിച്ചു എന്നൊരു കണ്ടെത്തലിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു, നിരവധി രേഖകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായി തന്നെയാണ് അന്വേഷണം നടക്കുകയും ചെയ്യുന്നത്. ഇന്ത്യൻ കമ്പനികൾ വിദേശ വിപണിയിൽ പുറത്തിറക്കുന്ന രൂപയിലുള്ള കടപ്പത്രമാണ് ഈ ബോണ്ടുകൾ എന്ന് പറയുന്നത്. ആ ബോണ്ടുകൾ പുറത്തിറക്കുമ്പോൾ അതിന് ചില നടപടി ക്രമങ്ങളുണ്ട്. രാജ്യത്ത് നിലവിലുള്ള
നിയമാനുസൃതമായ രീതികളിലൂടെ മാത്രമാണ് ബോണ്ടുകൾ പുറത്തിറക്കാൻ കഴിയുക. തങ്ങളൊരു സ്വതന്ത്ര ഏജൻസിയാണ്, കിഫ്ബി ഒരു സ്വതന്ത്ര സംഘടനയാണ് എന്നെല്ലാം വാദിച്ചുകൊണ്ട് തോന്നുംപടി കാര്യങ്ങൾ ചെയ്യുകയും തോന്നുംപടി ഫണ്ടുകൾ ശേഖരിക്കുകയും ചെയ്തതാണ് ഇപ്പോൾ ഇത്ര വലിയ ഒരു വിവാദത്തിലേക്കും വലിയ ക്രമക്കേടുകളിലേക്കും എല്ലാം തന്നെ എത്തുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫെമാൽ ചട്ടങ്ങളുടെ ലംഘനം ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു. വിദേശത്ത് നിന്ന് പണം സ്വീകരിക്കുകയോ നൽകുകയോ ചെയ്യുമ്പോഴെല്ലാം തന്നെ അത് കൃത്യമായി റിസർവ് ബാങ്കിന്റെ തത്വങ്ങൾക്ക് അടിസ്ഥാനമായിരിക്കണം, റിസർവ് ബാങ്കിന്റെ ചട്ടങ്ങൾക്ക് അടിസ്ഥാനമായിരിക്കണം. അതുപോലെ തന്നെ ഈ കേന്ദ്രത്തിന്റെ അനുമതിയില്ലാതെ സംസ്ഥാനത്ത് ഈ രീതിയിൽ പണം സമാഹരണത്തിന് വിലക്കുണ്ട്. അത്തരത്തിൽ പണം സമാഹരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ആ കിട്ടിയ പണമാണ് ഇവർ വകമാറ്റി ചെലവഴിച്ചത്. ഈ അടിസ്ഥാന വികസനം എന്നൊക്കെ പറയുന്നത് ചട്ടലംഘനമാണ് എന്ന ഗുരുതരമായ കാര്യം തന്നെയാണ് ഇ ഡി ഈ നോട്ടീസിൽ ചൂണ്ടിക്കാട്ടുന്നത്. രാഗി, ഈ ഇത്തരത്തിൽ പണം വാങ്ങുമ്പോൾ, അതായത് വിദേശത്ത് നിന്ന് ഫണ്ടുകൾ വാങ്ങുമ്പോൾ അതിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി വാങ്ങേണ്ടതുണ്ട്. അത് ഏത് അടിയന്തര സാഹചര്യത്തിലാണെങ്കിൽ പോലും വലിയ പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്ന സാഹചര്യങ്ങളുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ പോലും വിദേശത്ത് നിന്നാണ് പണം എത്തുന്നത് എങ്കിൽ ആ പണത്തിന് ഒരു കണക്കുണ്ടാക്കണം. ആരാണ് പണം നൽകുന്നത്, അത് എവിടെ നിന്ന് എല്ലാമാണ് സമാഹരിക്കപ്പെടുന്നത്, അത് എങ്ങനെ ആരുടെയെല്ലാം കൈകളിലേക്കാണ് ആ പണം പോകുന്നത് എന്നെല്ലാം തന്നെ രാജ്യത്തിന് നിയമാനുസൃതമായ ചില ചട്ടങ്ങളും അതുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട നടപടിക്രമങ്ങളുമുണ്ട്. എന്നാൽ കേന്ദ്ര നിയമങ്ങളെല്ലാം തന്നെ കാറ്റിപ്പറത്തിക്കൊണ്ടും കേന്ദ്ര സർക്കാരിന്റെ അറിവില്ലാതെയുമാണ് ഇത്തരത്തിൽ ഒരു ബോണ്ട് പുറത്തിറക്കിയത്. ഒരിക്കലും സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ സംസ്ഥാനത്തിന് സ്വന്തം അധികാര പരിധിയിൽ നിന്നുകൊണ്ട് ഇത്തരം നടപടികളിലേക്കൊന്നും കടക്കാൻ കഴിയില്ല എന്നിരിക്കെ മുഖ്യമന്ത്രിയെയും അന്നത്തെ ധനമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക്കിനെയും ഇതിന് പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമാണ് എന്നത് തന്നെയാണ് വലിയ ഒരു ദുരൂഹതകൾ ബാക്കിയാക്കുന്നത്. എങ്ങനെയാണ് വിവാദ സ്ഥാപനങ്ങളെല്ലാം ഇതിന്റെ ഇടനിലക്കാരായി മാറിയിരിക്കുന്നത്? ആർക്കെങ്കിലും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പണം വകമാറ്റി ചെലവഴിക്കപ്പെട്ടത് എങ്ങനെയാണ്? ഇത്തരം പദ്ധതികൾക്ക്, മറ്റ് പദ്ധതികൾക്ക് വേണ്ടി പണം വകമാറ്റി ചെലവഴിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് എന്നതെല്ലാം തന്നെയുള്ള ഒരു വിശദമായ റിപ്പോർട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡോക്ടർ തോമസ് ഐസക്കിന്റെ മൊഴി ഇതുവരെ ഇതിൽ ലഭിച്ചിട്ടില്ല. അന്വേഷണ സംഘത്തിന് അത് ഏറ്റവും പ്രധാനമായിരുന്നു. പല ഘട്ടങ്ങളിലും ഹൈക്കോടതിയിലടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയതാണ് കിഫ്ബി മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട് തോമസ് ഐസക്കിന്റെ മൊഴി നിർണായകമാണ്. എന്നാൽ തോമസ് ഐസക്ക് ഒരു ഘട്ടത്തിലും അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്ന് കോടതിയിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഹർജികളും കേസുകളും എല്ലാം നിലവിൽ കോടതിയിൽ നിലനിൽക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് ഇതുവരെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു സമഗ്രമായ റിപ്പോർട്ട് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി, ഡൽഹി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുന്നിൽ ഇഡിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനങ്ങൾ എടുക്കുന്ന അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുന്നിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി സോണൽ യൂണിറ്റ് സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ മറുപടി നൽകുമ്പോൾ അതിൽ വ്യക്തതയില്ല എന്ന് ഉണ്ടെങ്കിൽ ആ വ്യക്തത വരുത്താനുള്ള ബാധ്യത കൂടി മുഖ്യമന്ത്രിക്ക് ഉണ്ടാകും. അങ്ങനെയെങ്കിൽ വീണ്ടും സമൻസുകളും നോട്ടീസുകളും എല്ലാം തന്നെ ലഭിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. കൃത്യമായി തന്നെ മറുപടി പറയാൻ അതിന്റെ ചെയർമാൻ എന്ന നിലയിൽ, കിഫ്ബിയുടെ ചെയർമാൻ എന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ട്. ധനമന്ത്രിയായിരുന്ന ആൾക്ക്, ആ ഒരു കാലത്ത് ധനമന്ത്രിയായിരുന്ന ആൾക്ക് ബാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെ എന്ത് മറുപടി നൽകും, എങ്ങനെയായിരിക്കും കാര്യങ്ങൾ വിശദീകരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. മുഖ്യമന്ത്രിയും അന്നത്തെ മന്ത്രിയും നിലവിൽ സർക്കാർ സംവിധാനങ്ങളും എല്ലാം അതിനെ വിശദീകരിക്കുന്നത് ഏറ്റവും പ്രധാനമാണ്. നിരവധി ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തിരുന്നു ഇ ഡി പല ഘട്ടങ്ങളിലായി, പല തവണകളിലായി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി ഓഫീസിൽ തന്നെ വിളിച്ചു വരുത്തിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യലുകൾ പൂർത്തിയാക്കിയിരുന്നു. എന്നാൽ ഈ ഒരു കിഫ്ബി മസാല ബോണ്ട് ശേഖരിച്ചതിന് ഒരു ന്യായമായ മറുപടി നൽകാൻ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിന് എത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം തന്നെ ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല. 2019 9.72% പലിശയിലാണ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ഇറക്കിയത്. 2019 ജനുവരി 17 മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ഇത്തരമൊരു തീരുമാനമെടുക്കുന്നത്. അതായത് മുഖ്യമന്ത്രിക്ക് ഇതിൽ പങ്കാളിത്തമില്ല എന്നും താൻ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നില്ല എന്നൊന്നും പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് ഒഴിയാൻ കഴിയില്ല. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തന്നെ ഇത്തരമൊരു തീരുമാനമെടുക്കുന്നു. കിഫ്ബി മസാല ബോണ്ടിലൂടെ പണസമാഹരണത്തിന് തീരുമാനമെടുക്കുന്നു. ആ പണം പോലും കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇ ഡി നോട്ടീസ് എന്നുള്ള വാർത്തയുടെ അപ്ഡേറ്റ് ആണ് ലഭിച്ചത്.